ഇത് മാസ് മോട്ടോഴ്സിലാണ് ഹീറോ ഹോണ്ട പാഷൻ പ്രോ ആണ് വണ്ടി. നമുക്ക് അതിന് വർക്കിന് വന്നേക്കണമെന്ന് വെച്ചാൽ നിലവിൽ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇൻഡിക്കേറ്റർ ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് മാറ്റണം, റൈറ്റ് ഫ്രണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ടൈറ്റായിട്ട് ബ്രേക്ക് ജാം ആവുന്നുണ്ട്. അതേപോലെ ക്ലച്ച് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ചെയിനും ബ്രേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ ടാങ്ക് ബാഗിൻ്റെ അടിഭാഗം ബാക്ക് സൈഡ് ഒന്ന് ബോൾട്ട് ചെയ്യുന്ന കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫോർക്ക് ഓയിൽ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അതിന് നിലവിലുണ്ടല്ലോ ആ നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായ പൈപ്പിൻ്റെ ഉണ്ടല്ലോ പ്ലേറ്റിങ് കംപ്ലൈൻറ്റ്, അത് ഈ മാർക്ക് ചെയ്ത ഭാഗമൊക്കെ നോക്കുമ്പോൾ അറിയാം. രണ്ട് പൈപ്പും പോയേക്കാണ്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ കളർ ഷെയ്ഡ് വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെ പ്ലേറ്റിങ് പോയേക്കാണ് ഈ കംപ്ലൈൻറ്റിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ ഓയിൽ സീൽ മാത്രം മാറ്റിയിട്ടാൽ നിൽക്കില്ല. ഇപ്പം ഞാൻ ആ മാർക്ക് ചെയ്തതാണ്, ആ നീല കളറിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്ത ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ അതിൻ്റെ പ്ലേറ്റിങ് പോയേക്കാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓയിൽ സീലുമായി കോൺടാക്ട് ചെയ്യുന്ന ഭാഗത്തും ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, അവിടെയും ഒരു സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ പൈപ്പ് ലീക്ക് അത്ര കാണിച്ചില്ലെങ്കിൽ പോലും അതുമേ നിലവിലുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം കളർ ഷെയ്ഡ് വ്യത്യാസം, പ്ലേറ്റിങ്ങിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഈ സൈഡ് നോക്കുമ്പോൾ ഇവിടെയും ഫോർക്ക് പൈപ്പ് പ്ലേറ്റിങ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഫോർക്ക് ഓയിൽ സീൽ മാറണ കൂട്ടത്തിൽക്കൂടെ തന്നെ ഫോർക്കിൻ്റെ ഈ സ്റ്റീൽ പൈപ്പ് കൂടി മാറ്റിയാലാണ് കംപ്ലയിൻറ്റ് മാറുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓയിൽ സീൽ അടിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ലീക്കേജ് വരും. അപ്പോൾ നമ്മൾ ചെയ്ത പണി പാഴുപണിയായിട്ട് വരും. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ചേഞ്ചിൻ്റെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഈ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടണം, കേബിൾ ടൈറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ബ്രേക്ക് ജാമായിട്ട് ഫീൽ ചെയ്യാം. പിന്നെ ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡ് പൊട്ടിയിട്ടുണ്ട്, അത് മാറുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഈ ഫോർക്കിൻ്റെ ഓയിൽ സീലുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് മാത്രമല്ല, അതിൻ്റെ ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് ഈ ഹാൻഡിൽ തിരിയണ സമയത്ത് നല്ല രീതിയിൽ ടൈറ്റാണ് കാണിക്കുന്നത്. ഇവിടുത്തെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. കോൺസെപ്റ്റ് നല്ല രീതിയിൽ ടൈറ്റ് ആയേക്കാം. അത് നമ്മൾ ലൂസാക്കിയിട്ട് ഓൾറെഡി ചെറിയൊരു അടിയുണ്ട്, ലൂസാക്കി ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്രണ്ട് കിടന്ന് ഇങ്ങനെ ഇളകാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ ഫോർക്കിൻ്റെ കേസ് ചെയ്യുമ്പോൾ സാധാരണ ഇതങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ കൂട്ടത്തേക്കിട്ട് ഇതും കൂടി ചെയ്തു പോകണമാണ് നല്ലത്. അപ്പോൾ കോൺസെപ്റ്റും ഈ ഫോർക്കിൻ്റെ കംപ്ലയിൻറ്റും കൂടി റെഡിയാക്കുക, അതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. ഞാനത് കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അയച്ചു തരാം. അപ്പോൾ കോൺസെപ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം കോൺസെപ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെച്ച് നോക്കാം. ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് കറക്റ്റ് പറയാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫോർക്ക് പൈപ്പും ഓയിൽ സീലും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ റീസെറ്റാക്കി വണ്ടി ഓടിക്കുമ്പോഴും ഹാൻഡിലിന് നല്ല ബലം ഉണ്ടാവും. വണ്ടി പാളണ പോലെ ഒരു ഫീലിംഗ് കാണിക്കുന്നുണ്ട്. അതൊക്കെ സ്ഥിരം ഓടിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്, ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അത് ഹാൻഡിൽ കഴിക്കുമ്പോൾ നല്ല ടൈറ്റ്, അത് കണ്ടോ ഫുൾ ടൈറ്റായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ലൂസാക്കിയിട്ട് ഓൾറെഡി ചെറിയൊരു അടിയുണ്ട്, ലൂസാക്കിയിട്ട് കഴിഞ്ഞാൽ വെറുതെ ഫ്രണ്ട് ചെറിയ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഇങ്ങനെ ഇളകാനായിട്ട് തുടങ്ങും. അപ്പോൾ മാറ്റിയിടാനായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് വിളിക്കുക, അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറയും. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഇടാം. അതല്ലെങ്കിൽ കോൺസെപ്റ്റ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലിടാം, അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞാലും മതി. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ, എന്നാലാണ് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ.